എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ഇങ്ങനെ ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഓക്കെ നമുക്കൊരു വ്ലോഗ് എടുക്കാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കാണിക്കാനുണ്ട്, പോകാനുണ്ട്. അപ്പോൾ ആക്ച്വലി ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ ഇന്നത്തെ പോക്ക് കുറച്ച് ലേറ്റായി. ഉണ്ണി സൗണ്ട് കുറച്ചേ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പം അതിലേക്ക് ഞാൻ കിടക്കാം. അപ്പം അതിന് മുമ്പിട്ട് ഞാനിന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് വരട്ടെ. എന്നിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്, എല്ലാ ഗേൾസിനും പറ്റിയ ഒരു കാര്യം എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം. ഇപ്പോൾ ഒന്നാമത് സമയമില്ല. ഇപ്പം തന്നെ ഓൾറെഡി എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അവൻ്റെ കൈയും കാലൊക്കെ പിടിച്ച് അവനെയൊക്കെ കൊണ്ടുപോകണം. അപ്പം യെസ്, അപ്പം നമുക്ക് ബാക്കി വ്ലോഗിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പൊല്യൂഷൻ ടൈമിലും അതേപോലെ തന്നെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഡാൻഡ്രഫ്. ഇത് എങ്ങനെ മാറ്റാം? എല്ലാവരും കുറേ റെമഡീസും കാര്യങ്ങളൊക്കെ നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാം എന്നാണ് എനിക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് ഇന്ന് എൻ്റെ ഉള്ളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ ന്യൂട്രിഡേർമിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ്. സിൻസിയർലി ഞാൻ പറയാണ്, നമ്മുടെ ആദ്യത്തെ യൂസിൽ തന്നെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. കാരണം ഇതിൽ വൈറ്റമിൻ ഇ ഒരുപാടുണ്ട്, നമ്മുടെ ഹെയറിനെ അത് നറിഷ് ചെയ്യും. അത് മാത്രമല്ല, ഈ നമുക്കുണ്ടാകുന്ന ഒരു ഇച്ചിനെസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുക, സ്കാൽപ്പൊക്കെ കാണാൻ ഭയങ്കര ബോറായിട്ട് ഇരിക്കും. അതെല്ലാം മാറ്റാനായിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. ആൻഡ് ഈ ഒരു ഷാമ്പൂവിൻ്റെ ഫസ്റ്റ് യൂസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഹെയറിൻ്റെ ചേഞ്ചസ് ഭയങ്കര ഹെൽത്തി ആൻഡ് ഭയങ്കര ഷൈനിങ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ വൈറ്റമിൻ ഇ പോലുള്ള ഘടകങ്ങൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് നമ്മുടെ ഹെയർ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിരിക്കും, നല്ല ഹൈഡ്രേറ്റിംഗ് ഫോമിലായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കുക. This shampoo is like a dandruff ninja, taking down those pesky flakes right at their source, giving you an itchy, free, soothing scalp. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് നല്ല അടിപൊളി മണം കൂടിയാണ് കേട്ടോ. ഇത് ജസ്റ്റ് നമ്മളത് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ഔട്ട് ചെയ്യാം. അപ്പം നമുക്ക് നല്ലൊരു റീഫ്രഷും കൂടി ആയിരിക്കും കേട്ടോ. കുളി കഴിഞ്ഞ് വന്നാൽ നമുക്ക് പിന്നെയുള്ള സ്കിൻ കെയർ റൊട്ടീൻസ് ആണല്ലേ എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. സ്കിൻ കെയർ റൊട്ടീനിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം എന്താണ്? മോയ്സ്ചറൈസറാണ് ഏറ്റവും ബേസ് എന്ന് പറയാം സ്കിൻ കെയറിൻ്റെ. സോ ഞാൻ എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് ന്യൂട്രിഡേർമിൻ്റെ വൈറ്റമിൻ ഇയുടെ മോയ്സ്ചറൈസർ. ഇതിൽ വൈറ്റമിൻ ഇ ഒരുപാട് ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അത് നമ്മുടെ സ്കിന്നിന് എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസ് നൽകും. അത് മാത്രമല്ല, നമുക്ക് ഈ ഫ്രിങ്കിൾസും അതേപോലെ തന്നെ ഏജിങ് ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉള്ളത് ഇത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് മാറ്റം സംഭവിക്കും കേട്ടോ. ഇതിൽ നല്ല സ്ട്രോങ് ആയിട്ട് ആൻറ്റി ഇൻഫ്ലോമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന റെഡ്നെസ്, ആക്നെ സ്പോട്ട്സ്, സൺബാൺ ഇതിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് സ്കിൻ ഭയങ്കര ഗ്ലോയിങ് ആൻഡ് ഭയങ്കര ഹെൽത്തി ആയിട്ട് വെക്കാനും ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് പറയട്ടെ. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ സ്ട്രെച്ച് മാർക്ക് ഉള്ളടുത്ത് ഈ ഒരു മോയ്സ്ചറൈസർ ലോഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടാറ് ചേഞ്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ന്യൂട്രിഡേർമിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ ഭയങ്കര സൂത്താണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ആൻഡ് ഇത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൈമറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ആമസോണിലും നൈകയിലും അതേപോലെ തന്നെ നമുക്ക് ന്യൂട്രിഡേർമിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പം എൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ നമുക്കിനി നമ്മുടെ ബാക്കി വിശേഷങ്ങൾ കാണണ്ടേ. അപ്പം ഞാൻ പെട്ടെന്ന് ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് പോട്ടെ. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു കോലമായിരിക്കും. ഓക്കെ ടാറ്റാ. ഒരു അത്യാവശ്യമായിട്ട് ഹലോ, ഒരു മിനിറ്റ്, കുറച്ച് നേരമായിടേ വന്നിട്ട്, ഒരു കുറച്ച് നേരമായി. ഞാനും അമ്മ ഉണ്ണി വ്ളോഗ് എടുക്കാൻ വന്ന ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അയ്യോ, വ്ളോഗ് തുടങ്ങുമ്പോൾ ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് വിളിക്കും. അപ്പം പറയുന്നത് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പം ഞാൻ പെട്ടെന്ന് നാട്ടിൽ വന്നതാണ്. നമുക്ക് എൻ്റെ വ്ളോഗ് കണ്ട് പരിചയമുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും, പ്രത്യേകിച്ച് നാട്ടിലെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ വീട് ഇതാണ്. ഇതൊരു ഞാൻ നേരത്തെ വ്ളോഗിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു 10-25 വർഷത്തെ ഒരു പഴക്കമുണ്ട് നമ്മുടെ വീടിന്. അപ്പം ഇപ്പോഴത്തെ മഴയിൽ വീട് നമുക്ക് പണി തന്നു ഗൈസ്. അപ്പോൾ നമുക്കറിയാം വീട്ടിലോട്ട്
ഇവിടെ ഫുള്ള് മഴയാണ്. ട്രിവാൻഡ്രത്തും എല്ലായിടത്തും മഴയാണ്, കേരളം മൊത്തത്തിൽ മഴയാണ്. അപ്പം ഞാൻ ഇവിടെ ഇപ്പം ഇവിടെ ആൾതാമസമില്ല, അത് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇവിടുന്ന് താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മമ്മേ ഞങ്ങളിവിടെ നിന്നും മാറ്റി. അപ്പോൾ ഇതാണ് ഇവിടെ വീട്, നമുക്ക് അകത്തോട്ട് കയറാം. ഹലോ ചുന്ദരിമണി, നോക്കിയിരിക്കുന്ന 2 പേര്. അയ്യോ പോയി, തുറക്കാം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും തുറന്ന്, കാരണം ഇവിടെ കറണ്ട് ഇതിലുള്ളതുകൊണ്ട് ഫുള്ള് വെള്ളമൊക്കെ വീണിട്ടേ ഭയങ്കര മോശമായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ, അകത്തുനിന്നെല്ലാം പൊട്ടി വീണ്. യെസ്, അപ്പോൾ ഈ വീടിൻ്റെ ക്ലാരിറ്റി ആരും നോക്കണ്ട. അയ്യോ, ക്യാമറയുടെ ക്വാളിറ്റി ആരും നോക്കണ്ട, ക്ലാരിറ്റി ആരും നോക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയൊക്കെ ഉണ്ടാ. അതിവിടെ ആൾതാമസമില്ല, അമ്മ ഇടയ്ക്ക് വന്നെല്ലാം ജസ്റ്റ് നോക്കിയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കൊച്ചു മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മൊത്തം നാശിട്ടെടുക്കാത്ത കണ്ട. എനിക്ക് കൊണ്ട് ചക്ക കമ്മ പറിച്ച് ചേക്കുക. പിന്നെ ഈ റൂമൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു റൂമൊക്കെ ഉണ്ട്. ഇവിടെ ഫുൾ വേസ്റ്റും കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ കേട്ടോ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 25-26 വർഷത്തെ പഴക്കമാണ് ഞങ്ങളുടെ വീടിന്. അപ്പം ഇത് മൊത്തത്തിൽ ആക്ച്വലി പൊട്ടിപ്പൊളിഞ്ഞ് നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് എൻ്റെ ഈ വീടിൻ്റെ അവസ്ഥ. അപ്പം ഞാനിവിടെ നിന്ന് വന്നിരിക്കുന്നത് ഈ ലൈറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ പുറത്തിറങ്ങാം. ഞാൻ വീടിന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വന്നതാണ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാൻ പറ്റാത്തതുകൊണ്ട്, അതായത് മഴ പെയ്യുമ്പോൾ ഫുള്ള് വെള്ളം അകത്തോട്ട് വീഴാണ്. അപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മൂമ്മയാണ്. ഞാൻ വല്ലപ്പോഴും ആണ്ടിലാവണിക്കായിരിക്കും വരുന്നത്. താഴെ കുഞ്ഞമ്മയും അമ്മൂമ്മയും കൂടെയാണ് ഇവിടെ ഒരുമിച്ച് കിടക്കണത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ മഴയിൽ ഭയങ്കരമായിട്ട് ഓടൊക്കെ പൊട്ടി അകത്താണ് ഫുള്ള് വെള്ളം വീഴുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കാരണവശാലും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ പതിയെ നമുക്ക് ഈ വീടങ്ങ് മായ്ച്ചിട്ട് നമുക്കൊരു കുഞ്ഞൊരു വീടിൻ്റെ പ്ലാൻ നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചേക്കേണ്ടതേ ഉള്ളൂ. കാരണം നമുക്ക് കുറേ പണിയുണ്ട്, കാരണം കുറച്ച് ഹൈറ്റിലൊക്കെ ആയതുകൊണ്ട് മണ്ണെടുക്കണം, ആ പ്രോസസ്സ് ഈ പ്രോസസ്സ്. പിന്നെ എൻ്റെ കയ്യിൽ ലക്ഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബാങ്കുകാർ കരിയണം. അപ്പോൾ എനിക്ക് ലോണിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു വീടിൻ്റെ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. ഞാനും അമ്മയും അനിയനും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഈ വീട് ആക്ച്വലി പൊളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഭാവിയിൽ ആവശ്യം വരും നമ്മുടെ പണ്ടത്തെ വീട് കാണണം എന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല, വേറൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഈ വീട് കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, നല്ല വീട്, നല്ല സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ കറക്റ്റ് സ്ഥലം എപ്പോഴും പറയാറുണ്ട്, പത്തനാപുരം പുന്നലയാണ്, ആനകുളം എന്ന് പറയും. ഇവിടെ ഫുള്ള് മലയൊക്കെ കേട്ടോ. അപ്പം നമ്മുടെ പഴയ വ്ളോഗൊക്കെ മില്യൺ വ്യൂവേഴ്സ് വന്നു. അപ്പോൾ അതിൽ ഫുൾ കമൻസും കാണുന്നത് വയൽ, തോട്, അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ കനാല് ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നല്ലൊരു വീട് വന്നതിന് ശേഷം വേണം നിങ്ങളെ എല്ലാം ഒന്നും കൂടെ ഒന്ന് കാണിക്കാനായിട്ട്. അപ്പം ഇന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ വീട്ടിൽ കാണിക്കാം. നമ്മുടെ വീട് കണ്ടു, ഉല്ലാസേട്ടൻ ടീമുമാണ്. അപ്പോൾ അവരെക്കുറിച്ച് എനിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നൊരു അളവൊക്കെ ഒന്ന് എടുത്തു നമ്മുടെ സ്ഥലത്തിൻ്റെ. പിന്നെ നമുക്ക് താഴത്തെ വഴിയുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടത്, കാരണം ബാങ്കുകാർ ലോണിന് കരിയണം ഗൈസ്. വലിയ ബഡ്ജറ്റിനെ കുറിച്ചൊന്നും നമ്മൾ പറയാം. നമ്മുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന വീടിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എല്ലാം സർപ്രൈസാണ്. അപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങണി. ഞാൻ എൻ്റെ പുതിയ വീട് കാണിച്ചു തരാം. അപ്പം ഞങ്ങളിങ്ങോട്ട് ഇറക്കണ്ടേ, വീടിന്റെ അവസാനത്തെ വീഡിയോ ഇതില്ലേ? അല്ല, പൊളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ എനിക്ക് വിഷമം വരും, ഞാൻ ചിലപ്പോൾ കാര്യം. അപ്പോൾ ഈ ഇവിടെ ഇരുന്നുള്ളൊരു വീഡിയോ ഇതിനി ഞങ്ങളുടെ അവസാനത്തെ ഒരു വീഡിയോ ആയിരിക്കും. അങ്ങനെ ആയിരിക്കട്ടെ, കാരണം നമ്മുടെ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കണം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ചിലപ്പോൾ പൊളിക്കാൻ നേരത്ത് ഞാൻ വരത്തില്ല, അമ്മയൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഉടനെ നമുക്ക് പൊളിക്കേണ്ടയൊക്കെ ഒരു ആവശ്യം വരും. അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീട് ഞങ്ങളെ വിട്ട് പോയിട്ട് ചിലപ്പോൾ നല്ലൊരു വീടായിരിക്കാം ഞങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. കുറേ വിശേഷങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് ടോയ്ലറ്റ് വരെ പോകണം. അപ്പം ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്, ടാറ്റാ. അപ്പം ഇതാണ് ഉല്ലാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾ. ഇപ്പോൾ ഫാമിലിയായിട്ട് വന്നതാണ് മാവേലിക്കരയിൽ നിന്ന്. അപ്പം പുള്ളിക്കാരനാണ് നമുക്ക് വീടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അളവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം നന്നായിട്ട് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം കുറച്ച് ചീരയും കമ്പിളിനാരങ്ങയൊക്കെ ഞങ്ങൾ അവർക്ക് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. ചീര അവിടെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ ചീര കൊണ്ടുപോകണോ? കൊണ്ടിക്കോ. കമ്പിളി നാരങ്ങ,
കിട്ടിയില്ല. എന്താ പറയുന്നത് ഈ ചീരക്ക് എന്താ പേര് പറയുന്നത്? നമ്മൾ പറയുന്നത് മൈസൂർ ചീര. മൈസൂർ വേലിച്ചീര. ഓക്കെ, ഇഷ്ടംപോലെ ഉണ്ടോ? ഓക്കെ.